ആൻറ്റിജൻ പ്രോസസ്സിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ. ആദ്യം പ്രോസസ്സിംഗ് എന്താണെന്ന് പറയാം, പ്രസൻറ്റേഷൻ എന്താണെന്ന് പറയാം. പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻറ്റിജൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണല്ലോ. ആ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുക പെപ്റ്റൈഡ്സ് ആയിട്ട്. കാരണം നമ്മുടെ MHCയിൽ വന്നിട്ട് ബൈൻഡ് ചെയ്തിട്ട് വേണം അതിനെ ടി സെൽസ് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ എപ്പോഴും. അപ്പോൾ MHC ക്ലാസ് 1 അല്ലെങ്കിൽ ക്ലാസ് 2. അപ്പോൾ MHC ഈ ആൻറ്റിജനെ ബൈൻഡ് ചെയ്തിരിക്കണമെങ്കിൽ ഈ ആൻറ്റിജന് എപ്പോഴും ഒരു 8 to 10 ലെങ്ത് പാടുള്ളൂ. അമിനോ ആസിഡ്സിന് ലെങ്ത് പാടുള്ളൂ. ലോങ് ചെയിൻ ആണെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് സ്മോളർ പെപ്റ്റൈഡ്സ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നതാണ് ആൻറ്റിജൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെ MHC ക്ലാസ് 1 അല്ലെങ്കിൽ ക്ലാസ് 2 ഡിസ്പ്ലേ ചെയ്യുന്നു. എന്നിട്ട് അത് ടി സെൽസ് റെക്കഗ്നൈസ് ചെയ്യുന്നു. അതാണ് പ്രോസസ്സിംഗ്. പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആൻറ്റിജൻ പ്രസൻറ്റിങ് സെല്ലിൽ അതോടൊപ്പം MHCയിൽ വന്നിട്ട് ടി സെൽസ് റെക്കഗ്നൈസ് ചെയ്യുന്നു. പ്രസൻറ്റേഷൻ ഈ ക്ലാസ് 1 ഉണ്ട്, ക്ലാസ് 2 ഉണ്ട്. ക്ലാസ് 1നെ റെക്കഗ്നൈസ് ചെയ്യുക CD8, CD4 ക്ലാസ് 2ന്. പിന്നെ ആൻറ്റിജൻ പ്രോസസ്സിങ്ങിനും പ്രസൻറ്റേഷനും ബേസിസിൽ നമുക്ക് 2 പാത്വേ ഉണ്ട്. സൈറ്റോസോളിക് പാത്വേയും എൻഡോസൈറ്റിക് പാത്വേയും. ഈ സൈറ്റോസോളിക് പാത്വേ എപ്പോഴും പറയുക എൻഡോജീനസ് ആൻറ്റിജനെയാണ്. എൻഡോജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദ സെല്ലിൻ്റെ ഉള്ളിൽ ഉള്ള ആൻറ്റിജൻ്റെ പ്രോസസ്സിങ്ങും പ്രസൻറ്റേഷനാണ് സൈറ്റോസോളിക് പാത്വേ എന്ന് പറയുന്നത്. നേരെ തിരിച്ചാണ് എൻഡോസൈറ്റിക്. എൻഡോസൈറ്റിക് എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ പുറത്തുനിന്ന് വരുന്ന എക്സോസൈറ്റിക് ആയിട്ടുള്ള എക്സോജീനസ് ആയിട്ടുള്ള ആൻറ്റിജനെയാണ് എൻഡോസൈറ്റിക് പാത്വേ വഴി എടുക്കുക. അപ്പോൾ സൈറ്റോസോളിക് ആദ്യം പോവാം. സൈറ്റോസോളിക് പാത്വേയിൽ പറഞ്ഞ പോലെ എൻഡോജീനസ് ആൻറ്റിജനെയാണ് പ്രോസസ്സിങ് പ്രസൻറ്റ് ചെയ്യുക. അതിന് എക്സാമ്പിൾ വരുന്നത് വൈറൽ ഇൻഫെക്റ്റഡ് സെല്ല്, ട്യൂമർ സെൽസ്, ഇൻട്രാസെല്ലുലാർ പാത്തോജൻസ് ഒക്കെയാണ്. ഇതിൽ വരുന്നത് MHC ക്ലാസ് 1 ആണ്, CD8 ആണ് റെക്കഗ്നൈസ് ചെയ്യുക. ഞാൻ അതിൻ്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഈ സ്റ്റെപ്സ് എളുപ്പം. അതായത് നമ്മുടെ ആൻറ്റിജൻ പ്രോട്ടീനാണ്, അതിനാദ്യം ഡീഗ്രേഡ് ചെയ്യുക പെപ്റ്റൈഡിക്ക്. എന്നിട്ട് അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത പെപ്റ്റൈഡ്സിനെ സൈറ്റോസോളാണുള്ളത്. ഈ സൈറ്റോസോളിനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്തിയതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് MHC ക്ലാസ് 1ലേക്ക് അസംബിൾ ചെയ്യുക. സൈറ്റോസോളിക്കിൽ വരുന്നത് എപ്പോഴും MHC ക്ലാസ് 1 ആണെന്ന് ഓർക്കാം. അപ്പോൾ ഈ 3 സ്റ്റെപ്പാണ് ആദ്യം ഓർത്തിരിക്കുന്നത്. ആദ്യം ആൻറ്റിജനെ സ്മോളർ ഡീഗ്രേഡ് ചെയ്യുക, പെപ്റ്റൈഡ്സ് ആയിട്ട് ഡീഗ്രേഡ് ചെയ്യുക. ഡീഗ്രേഡ് ചെയ്ത പെപ്റ്റൈഡ്സിനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. അവിടെ വെച്ച് നമ്മുടെ MHC ക്ലാസ് 1 ആയിട്ട് അസംബിൾ ചെയ്യുക. അപ്പോൾ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ആദ്യം പറയുന്നത് പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് ഡൈജസ്റ്റ് ചെയ്യുക. ഇത് പറഞ്ഞു, ഇത് ആൻറ്റിജൻ എപ്പോഴും വിത്തിൻ ദ സെല്ലുള്ള ആൻറ്റിജനാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലാർജർ സൈസുള്ള ആൻറ്റിജൻ ഒരിക്കലും MHC ക്ലാസ് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 8 to 10 അമിനോ ആസിഡ്സ് ആയിട്ടുള്ള ഷോർട്ട് പെപ്റ്റൈഡ്സിനാണ് എപ്പോഴും MHC ആയിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ പ്രോട്ടീൻ ആയിട്ടുള്ള ആൻറ്റിജനെ 8 to 10 അമിനോ ആസിഡ്സ് ആയിട്ടുള്ള പെപ്റ്റൈഡ്സ് ആയിട്ട് ഡീഗ്രേഡേഷൻ നടത്തും. ഡീഗ്രേഡേഷൻ സഹായിക്കുന്നതാണ് പ്രോട്ടിയോസോംസ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടിയോസോംസിന് 20S പ്രോട്ടിയോസോംസ് 14 സബ് യൂണിറ്റ്സ് ആയിട്ട് ബാരൽ ഷേപ്പ്ഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. ഈ ഒരു ഷേപ്പ് ഈ ഇതിൽ പിക്ചർ ഉണ്ട്. 20S പ്രോട്ടിയോസോംസ് ഡയഗ്രത്തിൽ കാണാം. ബാരൽ ഷേപ്ഡ് ആയിട്ട് 14 സബ് യൂണിറ്റ്, ആ ഓറഞ്ച് കളർ കണ്ടില്ലേ, 14 സബ് യൂണിറ്റ്സ് ആയിട്ട് ബാരൽ ഷേപ്ഡ് ആയിട്ട് സിമെട്രിക്കലി റിങ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് 20S. പിന്നെ ഈ എല്ലാ സബ് യൂണിറ്റ്സിനും പ്രോട്ടിയസ് ആക്ടിവിറ്റി ഇല്ല. 14 സബ് യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 14 സബ് യൂണിറ്റിനും പ്രോട്ടിയസ് ആക്ടിവിറ്റി ഇല്ല, ചിലതിന് മാത്രമേ ഉള്ളൂ. ഈ നമ്മുടെ പ്രോട്ടീൻ, നമ്മുടെ എന്താ പറയുക, ആൻറ്റിജൻ ആണല്ലോ പ്രോട്ടീൻ. ആൻറ്റിജൻ പ്രോട്ടിയോസോംസിൻ്റെ ഈ ഒരു ബാരൽ ഷേപ്പ്ഡ് ആണല്ലോ, ഒരു ഉള്ളിൽ ഹോളോ പോലെയാണല്ലോ. അപ്പോൾ ഈ ബാരൽ ഷേപ്പ്ഡ് നാരോ ചാനലിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഡീഗ്രഡേഷൻ നടക്കുന്നത്. ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ബയോകെമിസ്ട്രിയിൽ പ്രോട്ടീൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് പ്രോട്ടീൻസിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചായിരുന്നു.
ചാപ്രോൺസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് യൂക്കാരിയോട്ടിലും പ്രൊക്കാരിയോട്ടിലും അത് ഡീഗ്രഡേഷനും പ്രോട്ടീൻ്റെ ഡീഗ്രഡേഷൻ ഫസ്റ്റ് സെമ്മിൽ ആ സെയിം മെക്കാനിസം തന്നെയാണ്. ഈ ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള ചാനലിലേക്ക് പ്രോട്ടീൻ അവിടെ ബ്ലൂ കളറിൽ കാണാൻ പറ്റും. എപ്പോഴും പ്രോട്ടീൻ കേൾക്കുമ്പോൾ യുബിക്യൂനേറ്റഡ് പ്രോട്ടീനാണ്, അതായത് യുബിക്യൂന് അറ്റാച്ച്ഡ് ആയിരിക്കും ഈ പ്രോട്ടീൻ്റെ കൂടെ. ഇത് പ്രോട്ടീൻ ഈ പ്രോട്ടീൻ്റെ കൂടെ യുബിക്വിൻ മോളിക്യൂൾസ് എപ്പോഴും അറ്റാച്ച്ഡ് ആയിരിക്കും. യുബിക്വിൻ മോളിക്യൂൾസ് അറ്റാച്ച്ഡ് ആയതിനു ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നതിന് ശേഷം അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഡിഗ്രഡേഷൻ നടക്കുന്നത്. ഈ ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള 20S പ്രോട്ടിയോസോമിൻ്റെ മേലെയും താഴെയായിട്ട് 19S റെഗുലേറ്ററി സബ് യൂണിറ്റ് ഉണ്ട്. ഈ റെഗുലേറ്ററി സബ് യൂണിറ്റാണ് റെഗുലേഷനെ സഹായിക്കുക. അത് വന്നിട്ട് ഈ പ്രോട്ടീൻ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെഗുലേറ്ററി സബ് യൂണിറ്റ് വന്ന് ക്ലോസ് ആവും. ക്ലോസ് ആയതിനു ശേഷം അവിടെ ഉള്ളിൽ പ്രോട്ടീൻസ് ഡീഗ്രേഡ് ചെയ്തതിന് ശേഷം താഴെക്കൂടെ ഓപ്പൺ ചെയ്തിട്ടാണ് പുറത്തേക്ക് പോവുക. അത് ഫസ്റ്റ് സെമ്മിൽ ബയോകെമിസ്ട്രിയിൽ പഠിച്ചതാണ്. ഇവിടെ ഇത് ഈ പ്രോട്ടീൻസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നതിന് ശേഷം തെറ്റിപ്പോയി. ഇതാണ് പ്രോട്ടീൻ. ഈ പച്ച കളറിൽ കാണിക്കുന്നതാണ് പ്രോട്ടീൻ. ആ പ്രോട്ടീൻ ഉള്ളിലേക്ക് കടന്നതിന് ശേഷം സ്മോളർ പെപ്റ്റൈഡ്സ് ആയിട്ട് ബ്രേക്ക് ആയി. ഈ നീല കളറിൽ ഇവിടെ കുത്തുകുത്തായിട്ട് കാണുന്നതാണ് യുബിക്വിനിൻ മോളിക്യൂൾസ്. യുബിക്വിനിൻസ് ഡിഗ്രേഡ് ആയിട്ട് റീസൈക്കിൾഡ് ഫോം ആവും. അതാ ഫസ്റ്റ് സെമ്മിൽ പഠിച്ച സെയിം സാധനം തന്നെ. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രോട്ടീൻസ് പെപ്റ്റൈഡ്സ് ആയിട്ട് ഡിഗ്രേഡ് ആകും. ഒരു 8 to 10 അമിനോ ആസിഡ്സിൽ അത്രയും സൈസിൽ പ്രോട്ടിയോസോംസ് ആണ് ഹെൽപ്പ് ആവുന്നത്. ഇവിടെ ഉള്ളത് 20S പ്രോട്ടിയോസോംസ് ആണ്. അത് ഒരു 14 സബ് യൂണിറ്റ്സ് ഉണ്ട്. എല്ലാ സബ് യൂണിറ്റ്സിനും പ്രോട്ടിയസ് ആക്ടിവിറ്റി ഇല്ല. ഇതൊരു നാരോ ചാനൽ പോലെയാണ്, ബാരൽ ലൈക്ക് സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് പ്രോട്ടീൻസ് കയറുക. പ്രോട്ടീൻസിൻ്റെ കൂടെ തന്നെ യുബിക്വിനിൻ മോളിക്യൂൾസ് അറ്റാച്ച് ആയിട്ടാണ് കയറുക. പ്രോട്ടീൻസ് ഡിഗ്രേഡ് ചെയ്ത് സ്മോൾ പെപ്റ്റൈഡ്സ് ആകും. അതുപോലെ തന്നെ യുബിക്വിനിൻസ് റീസൈക്കിൾഡ് യുബിക്വിനിൻ്റെ ആയിട്ട് മാറും. ഇതിന് 90S റെഗുലേറ്ററി സബ് യൂണിറ്റ് ഉണ്ട്. അത് വന്നിട്ട് മേലെയും താഴെയാണ് അറ്റാച്ച് ആയിരിക്കുന്നത്. ഇത് ATP ഡിപ്പെൻഡൻറ്റ് പ്രോസസ്സാണ്. പ്ലസ് ATP എന്ന ഡയഗ്രത്തിൽ കാണാം. ഇതാണ് ഇതിനെ കുറിച്ചുള്ളത്. ഇനി അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈറ്റോസോളിൽ നിന്ന് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് പോകുന്ന സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. ഇവിടെ നമ്മുടെ പെപ്റ്റൈഡ്സ് ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് നിയർലി 8 to 10 അമിനോ ആസിഡ്സിൻ്റെ വലുപ്പത്തിലുള്ള പെപ്റ്റൈഡ്സ് ആയിട്ട് സൈറ്റോസോളിലാണുള്ളത്. സൈറ്റോസോളിലാണ്. ഇവിടെ സൈറ്റോസോളിൽ നിന്ന് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അങ്ങനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് എന്തുള്ളത്, MHC ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നതാണ് ടാപ്പ് എന്ന് പറയുന്നത്. ടാപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടർ അസോസിയേറ്റഡ് വിത്ത് ആൻറ്റിജൻ പ്രോസസ്സിംഗ്. അതാണ് ഇതിന് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തേക്ക് പോകാനായിട്ട് സഹായിക്കുക. ഇതും ATPയുടെ സഹായത്തോടു കൂടിയാണ് പോകുക. ഈ ടാപ്പ് എന്ന് പറയുന്നത് ഡയഗ്രത്തിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതാണ് സംഭവം. ഇവിടെ ഇതാണ് നമ്മുടെ ഡീഗ്രേഡ് ചെയ്ത പ്രോട്ടീൻസ് പെപ്റ്റൈഡ്സ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇവിടെ എത്തും. സൈറ്റോസോളിൽ കൂടെ ക്രോസ് ചെയ്തിട്ട് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് എത്തും. അതിന് സഹായിക്കുന്ന ടാപ്പ് രണ്ടെണ്ണം ഉണ്ട്. ടാപ്പ് എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ സ്പാനിങ് മെംബ്രെയിൻ്റെ ഇത് കണ്ടില്ല, ആ ഡയഗ്രത്തിന് കണ്ടറിയാം. മെംബ്രെയിൻ സ്പാനിങ് ഹെട്രോഡൈമർ ആണ്. രണ്ടെണ്ണം ഉണ്ട്. ടാപ്പ് 1 ഉണ്ട്, ടാപ്പ് 2 ഉണ്ട്. ഇതിലൊരു 8 to 16 അമിനോ ആസിഡ്സിലാണ് പെപ്റ്റൈഡ്സിന് അഫിനിറ്റി ഉള്ളത്. ടാപ്പ് എപ്പോഴും കടത്തി വിടുക, അതായത് ആ സ്ട്രക്ചറിൽ നിന്ന് ഡയഗ്രം കണ്ടാൽ മനസ്സിലാവും. കടത്തി വിടുന്നത് ചെറിയ പെപ്റ്റൈഡ്സ് ആണ്. ലോങ് ആയിട്ടുള്ളൊരു ആൻറ്റിജൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും കടത്തി വിടില്ല. എപ്പോഴും അതിന് അഫിനിറ്റി ഉള്ളത് 8 to 16 അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ അത് കടത്തി വിടുന്നതിന് ഒപ്പം തന്നെ കടത്തി വിട്ടതിന് ശേഷം നമ്മുടെ MHC ക്ലാസ് 1ലേക്കാണ് പോവുക. MHC ക്ലാസ് 1ൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതിനൊരു 9 അമിനോ ആസിഡ്സ് ഉള്ള പെപ്റ്റൈഡ് ലെങ്ത് മതി. നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്ത് 8 to 16 ആണെങ്കിലും ഇവിടെ അത് 9 മതി. 9 മതിയെങ്കിൽ അതിനെ ഒന്നുകൂടിയും കട്ടാക്കാം. ഇപ്പോൾ സപ്പോസ് ഒരു 12 അല്ലെങ്കിൽ 15 അമിനോ ആസിഡിലുള്ള ലെങ്ത്തിലുള്ള ആൻറ്റിജൻ ആണ് പോയെങ്കിൽ അതിനെ ഒന്നുകൂടിയും കട്ടാക്കണം. 9 മതി. അങ്ങനെ കട്ടാക്കാൻ സഹായിക്കുന്നത്, അതായത് ഡിഗ്രേഡ് ആക്കാൻ സഹായിക്കുന്നത് അമിനോ പെപ്റ്റിഡേസ് ആണ്. ഈ അമിനോ പെപ്റ്റിഡേസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ പ്രസൻ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് ERAP എന്ന് പറയുന്നത്.
നമ്മുടെ അതോടൊപ്പം തന്നെ നമ്മുടെ ടാപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടർ അസോസിയേറ്റഡ് ആൻറ്റിജൻ പ്രോസസ്സിങ്, അത് എപ്പോഴും എന്താ പറയുക ഹൈഡ്രോഫോബിക്, അതായത് മെംബ്രെയിൻ സ്പാമിങ് ആണല്ലോ, അപ്പോൾ അതെപ്പോഴും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള പെപ്റ്റൈഡ്സിനാണ് ഫേവർ ചെയ്യുക. അപ്പോൾ ഹൈഡ്രോഫോബിക് അല്ലെങ്കിൽ ബേസിക് കാർബോക്സൈൽ ടെർമിനൽ അമൈനോ ആസിഡ്സ് വെച്ചിട്ടുള്ളതിൽ, എന്നിട്ട് അത് MHC ക്ലാസ് 1 ആയിട്ട് ആങ്കർ ചെയ്യാനായിട്ട് കടത്തിവിടും. ഈ ടാപ്പിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഒരാൾക്കുണ്ടാകും, ഓട്ടോമ്യൂൺ ഡിസീസൊക്കെ ഉണ്ടാകും. ഇതാണ് ആ സ്ട്രക്ചർ പറഞ്ഞല്ലോ, ATP ഡിപ്പെൻഡൻ്റ് ആണല്ലോ, അതാണ് ഇവിടെ ATP കാണിച്ചിരിക്കുന്നത്. പിന്നെ ചെറിയ കട്ട് ചെയ്തിട്ടുള്ള ഇതിൽ കൂടെ ഇതിനെ കടത്തിവിട്ടതിന് ശേഷം നമ്മുടെ MHC ആയിട്ട് ഇതിപ്പോൾ ഒന്നുകൂടി ചെറുതാക്കാനായിട്ട് നമ്മൾ പറഞ്ഞു എന്താ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലുള്ള അമിനോ പെപ്റ്റിഡൈസിൻ്റെ പ്രസൻസിൽ അത് കട്ട് ചെയ്തിട്ട് MHC ക്ലാസ് 1 ബൈൻഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സിങ്. ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, തേർഡ് സ്റ്റെപ്പ്, ഫൈനൽ സ്റ്റെപ്പാണ് ഇതിൽ. ഫൈനൽ സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ വന്ന് ബൈൻഡ് ചെയ്യണം, അസംബിൾ ചെയ്യണം. ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ടാപ്പ് 1 കടത്തി വിട്ടിട്ടുള്ളൂ, വന്ന് ബൈൻഡ് ചെയ്യിക്കുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ്. നമുക്കറിയാം MHC ക്ലാസ് 1 സ്ട്രക്ചർ ഓർക്കുക. അതിൽ ആൽഫ ചെയിൻ, ബീറ്റ മൈക്രോ ഗ്ലോബുലിൻ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ MHC ക്ലാസ് 1 MHC ക്ലാസ് 1. അപ്പോൾ അതിനെ ഡിറ്റാച്ച് ആക്കണമെങ്കിൽ എപ്പോഴും, അതായത് MHC ക്ലാസ് 1 റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകണമെങ്കിൽ അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെപ്റ്റൈഡ് വന്ന് ബൈൻഡ് ചെയ്താലാണ് ഈ MHC ക്ലാസ് 1 ഗ്രൂവിലേക്ക്, ഒരു കുഴി പോലെ ഉണ്ടല്ലോ, ആ കുഴിയിലേക്ക് നമ്മൾ പെപ്റ്റൈഡ് വന്ന് ബൈൻഡ് ചെയ്താലാണ് MHC ക്ലാസ് 1 റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് കടന്നു പോകുള്ളൂ. അപ്പോൾ അതിനുള്ള സെവറൽ സ്റ്റെപ്സ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ സഹായിക്കാനായിട്ട് കുറേ ചാപ്റ്ററോൺസ് ഉണ്ട്. നമ്മൾ സെൽ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, കാൽനെക്സിൻ. അപ്പോൾ ആദ്യം ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് കാൽനെക്സിൻ ആണ്. കാൽനെക്സിൻ നമ്മുടെ ആൽഫ ചെയിനായിട്ട് അസോസിയേറ്റഡ് ആണ്. ആൽഫ ചെയിനായിട്ട് അസോസിയേറ്റഡ് ഇതിൻ്റെ ഫോൾഡിങ്ങിന് സഹായിക്കും കാൽനെക്സിൻ. അങ്ങനെ ആൽഫ ചെയിൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാൽനെക്സിൻ വന്നു കഴിയുമ്പോൾ എന്താ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീറ്റ-2 മൈക്രോഗ്ലോബുലിൻ വന്നിട്ട് ആൽഫ ചെയിനായിട്ട് ബൈൻഡ് ചെയ്യും. നമ്മുടെ MHCയിലെ ആൽഫ ചെയിനായിട്ട് നമ്മുടെ ബീറ്റ-2 മൈക്രോഗ്ലോബുലിൻ വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന കാൽനെക്സിൻ റിലീസാകും. പകരം വരുന്ന ചാപ്റ്ററാണ് കാൽറെറ്റിക്കുലിനും ടാപ്പാസിൻ. ടാപ്പാസിൻ എന്ന് പറഞ്ഞാൽ ടാപ്പ് അസോസിയേറ്റഡ് പ്രോട്ടീനാണ്. ടാപ്പാസിനും കാൽറെറ്റിക്കുലിനും വന്നു. ടാപ്പാസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പാസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ടാപ്പ് ഉണ്ടായിരുന്നല്ലോ, ടാപ്പ് മെംബ്രെയിൻ സ്പാനിങ് ആയിട്ടുള്ള ടാപ്പിൻ്റെ ഉള്ളിൽ കൂടെ പെപ്റ്റൈഡ്സ് കടത്തി വിട്ടിട്ട് MHC ആയിട്ട് വന്ന് ബൈൻഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ടാപ്പാസിൻ എന്ന് പറയുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് എൻസൈമാറ്റിക് ആക്ടിവിറ്റീസ് കാണിക്കുന്ന കുറേ പ്രോട്ടീൻസ് ഉണ്ട്. ERP57 ഉണ്ട്. ആ ERP57 എന്ന് പറയുന്നത് ഡൈസൾഫൈഡ് ബോണ്ട് ഫോം ചെയ്യും ടാപ്പാസിനായിട്ട്. എന്നിട്ട് കാൽറെറ്റിക്കുലിനായിട്ട് അസോസിയേറ്റഡ് ചെയ്തിട്ട് MHC ക്ലാസ് 1 റിലീസ് ആണ് സഹായിക്കുന്നത്. MHC ക്ലാസ് 1 റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് റിലീസ് ആവണം, അതിനാണ് സഹായിക്കുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ ഈ MHC ക്ലാസ് 1 റിലീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് പെപ്റ്റൈഡ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ MHC ക്ലാസ് 1 നിന്ന് ആരൊക്കെ റിലീസാവും? കാൽറെറ്റിക്കുലിനും ടാപ്പാസിനും ERP57 ഒക്കെ റിലീസാവും. ആദ്യം കാൽനെക്സിൻ വന്നു, അത് ഫോൾഡിങ്ങിന് സഹായിച്ചു. ബീറ്റ-2 മൈക്രോഗ്ലോബുലിൻ വന്ന് ആൽഫ ചെയിനായിട്ട് ബൈൻഡ് ചെയ്തപ്പോൾ കാൽനെക്സിൻ പോയി, പകരം കാൽറെറ്റിക്കുലിനും ടാപ്പാസിനും വന്നു. ടാപ്പാസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ആൻറ്റിജൻ ടാപ്പിക്കോടെ കടത്തി വിട്ടിട്ട് MHC ക്ലാസ് 1 ആയിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുക എന്നതാണ്. പിന്നെ ERP57 എന്ന് പറഞ്ഞ സാധനം വന്നു, അത് ടാപ്പാസിനായിട്ട് ഡൈസൾഫൈഡ് ബോണ്ട് ഫോം ചെയ്തു. കാൽറെറ്റിക്കുലിനായിട്ട് നോൺ കോവലൻ്റ് അസോസിയേറ്റ് ചെയ്തിട്ട് MHC ക്ലാസ് 1 റിലീസിന് സഹായിക്കുന്നത്. പെപ്റ്റൈഡ് വന്ന് നമ്മുടെ MHC ക്ലാസ് 1 വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ റിലീസായി പോകും. റഫ് എൻഡോപ്ലാസ്മത്തിൽ നിന്ന് റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഗി കൂടെ പോയിട്ട് സെല്ലിലേക്ക് വന്നിട്ട്
ഡിസ്പ്ലേ ആവും, സെല്ല് ഡിസ്പ്ലേ ആവും. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ നമ്മുടെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ MHC ക്ലാസ് 2 MHC ക്ലാസ് 1 ഉണ്ട്. ആൻറ്റിജൻ, ഇത് ആൻറ്റിജൻ പ്രോട്ടിയോസോമിക്കോടെ കടന്നു വന്നിട്ട് ഡിഗ്രേഡ് ചെയ്ത് പെപ്റ്റൈഡ്സ് ആയിട്ട് ഡിഗ്രേഡ് ചെയ്തു ടാപ്പ് 1-ൻ്റെയും 2-ൻ്റെയും ഇടയിൽ കൂടെ പാസ് ചെയ്തിട്ട് MHC ക്ലാസ്സിൽ ഒന്ന് ബൈൻഡ് ചെയ്തതിന് ശേഷം അത് പുറത്തേക്ക് വന്നു. ഇത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലായിരുന്നു. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ഇവിടെ ഗോൾഗിക്കൂടെ പോയിട്ട് സെല്ലിൻ്റെ പുറത്തേക്ക് വന്നു. T സെൽസ് അതിനെ റെക്കഗ്നൈസ് ചെയ്തു. അതാണ് ആ മെക്കാനിസം പറയുന്നത്.